ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ യു കെയിലെ ബാക്ക്യാർഡാണ്. ഇതിൻ്റെ പഴയ കോലം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഈ ബാക്ക്യാർഡിനെ എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളതാണിത്. നമുക്ക് കൂടുതൽ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ, വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഒന്ന് മാറി ഇറങ്ങി ഒരു ഫ്രഷ് എയറൊക്കെ കൊള്ളണം. നമുക്ക് എപ്പോൾ തോന്നുന്നു അപ്പോൾ നമ്മൾ നേരെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങി വരും. കുഞ്ഞനാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ ഓവറല്ല, എന്നാലും മിനിമലായിട്ട് എല്ലാം ചെയ്തെടുത്ത് ഫെൻസിനൊക്കെ ഒരു ഗ്രേ ഷെയ്ഡൊക്കെ കൊടുത്ത് അത്യാവശ്യം വേണ്ട ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ വച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതിനെ മാറ്റിയെടുത്തു. നമുക്ക് ചെയ്തു തന്ന ആളാണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയോടെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വൈഫിനാണെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ഈ പൂക്കളോട് ഭയങ്കര താല്പര്യമാണ്. അപ്പം നമുക്ക് ഓവറായിട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല, എന്നാൽ പോലും നമുക്ക് പരിമിതമായ സ്ഥലത്ത് നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് റാസ്ബെറി ആണ് കേട്ടോ. റാസ്ബെറിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ കൊച്ചുമോൻ, എൻ്റെ മോൻ, അതിനകത്ത് ഒരു കായ പോലും കിടക്കുന്നത് അവന് ഇഷ്ടമല്ലാത്ത ഒരവസ്ഥ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ. അപ്പോൾ ഒന്ന് ഇതായി വരുമ്പോഴത്തേനും അവൻ അതിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് പോകും. നമ്മൾ തക്കാളി വെച്ചതാണ്, തക്കാളിയിൽ പൂവൊക്കെ വിരിഞ്ഞ് തുടങ്ങി. അപ്പോൾ അധികം താമസിയാതെ കായും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് മാത്രമാണ് നമ്മൾ ചെയ്തതിലൊന്ന്. നമ്മളിത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം വിൻ്ററിൽ മേടിച്ചതാണ്. ഇത് വിൻ്റർ സമയത്തും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നിൽക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്തോ സംഭവിച്ചതെന്ന് അറിയത്തില്ല. നമ്മുടെ പരിചരണത്തിൻ്റെ പ്രശ്നമാണോ എന്നും അറിയത്തില്ല. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ഈ തവണ അത് കൂമ്പൊക്കെ ഇട്ട് ബെറ്ററായി വരുന്നുണ്ട്. സോ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതുപോലുള്ള പൂക്കളൊക്കെ തോട്ടത്തിൽ നിൽക്കണ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം മനസ്സിന്. സൂര്യകാന്തി പൂ ഉണ്ടോ? നമ്മുടെ നാട്ടിലുള്ള സൂര്യകാന്തി പൂ ചെറുതാണ്. ഇതിലും വലിപ്പം വയ്ക്കുന്ന സൂര്യകാന്തി പൂ ഉണ്ട് ആക്ച്വലി, പക്ഷെ നമ്മൾ അത്രയും വലിപ്പത്തിലുള്ള മേടിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഇനിയുള്ളതൊക്കെ നമുക്ക് കുറച്ചുകൂടെ പൂക്കൾ വിരിയുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ മുളക് തൈ മേടിച്ചതാണ്. ഈ മുളക് തൈയിൽ ഏകദേശം ഒരു 8-10 ഉണ്ടായതാണ്. എല്ലാം വലുതായി വരുന്നതിന് മുന്നേ മോൻ അതെല്ലാം പറിച്ചെടുത്ത് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടെത്തുന്നു ഭയങ്കര ആശ്ചര്യത്തോടെ. അപ്പോൾ ഇത് നോക്കി എന്തോ ഭാഗ്യത്തിന് ഇത് മാത്രം കണ്ടിട്ടില്ല. ഇതെങ്കിലും ഒന്ന് വലുതായി കിട്ടിയാൽ മതിയായിരുന്നു വിചാരിക്കുന്നു. നോക്കാം. പിന്നെ ഇത് ഉരുളക്കിഴങ്ങാണ്. ഇതൊക്കെ വൈഫ് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനത്തുള്ള കാര്യത്തിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ്. ഞാൻ ചെയ്യുന്നില്ല എന്നല്ല, നമ്മളും പറ്റാവുന്ന പോലെ എല്ലാ രീതിയിലും സഹായിക്കുന്നുണ്ട്. ചീരയുണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. അങ്ങേയറ്റം പാവയ്ക്ക നിൽക്കുന്നുണ്ട്. നാട്ടിൽ നിന്നും കൊണ്ടുവന്ന വിത്ത് വെച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ്. പൊങ്ങി വരുന്നുണ്ട്. ഏത് രീതിയിലായി വരുമെന്ന് നമുക്കറിയത്തില്ല. പാവയ്ക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാവയ്ക്ക തോരനും പാവയ്ക്ക മപ്പാസും എല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബാക്ക്യാർഡ്. അവനാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഇവിടെയാണ്, വണ്ടി ഉന്തി നടന്നും കളിച്ചും എല്ലാം. അപ്പോൾ ഗൈസ്, ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മളത് നമുക്ക് വേണ്ടിയിട്ടൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കണം. ഏത് രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല, പക്ഷേ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി അത് ഭയങ്കരമായ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ ബാക്ക്യാർഡ് മാറ്റിയെടുത്തപ്പോൾ തന്നെ പണ്ട് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു രീതിയിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവിടേക്ക് ഇറങ്ങണ കാര്യം ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ ലോഞ്ച് റൂമിലിരുന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അന്നൊന്ന് പുറത്തിറങ്ങിയിരുന്നാലും എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളിത് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ബാക്ക്യാർഡ് പോലെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെയ്യണമെന്നല്ല ഉദ്ദേശിച്ചത്. ഞാനിത് കാണിച്ചു തന്നത് നമ്മളിത് ചെയ്തപ്പോൾ നമ്മുടെ ലൈഫിലുണ്ടായ മാറ്റത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ്. താങ്ക് യു. ദിസ് ഈസ് ബിൻസ്.
റൈസ് വിത്ത് ബീൻസ്.